ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെയധികം സ്നേഹിച്ച് പിരിഞ്ഞവർക്ക് പിന്നീട് അത്രയധികം നല്ല സുഹൃത്തുക്കളാകാൻ സാധിക്കുകയില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം ഒരു കാലത്ത് അവര് വളരെയധികം വേദനിപ്പിച്ചവരായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു കാലത്ത് അവർ പരസ്പരം വളരെയധികം മുറിവുകൾ നൽകി വേദനിപ്പിച്ചവരായിരുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ സ്നേഹം ഒളിഞ്ഞു കിടക്കുന്നു. പിന്നീട് അവർ പരസ്പരം കാണുമ്പോൾ അപരിചിതരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നു. വളരെ നല്ലതുപോലെ അടുത്തറിയാവുന്ന അപരിചിതരെ പോലെ അവർ പെരുമാറും. പ്രിയമുള്ളവരെ, സ്നേഹിച്ചു പിരിഞ്ഞവരെ നമ്മൾ പലപ്പോഴും വെറുക്കപ്പെടാറുണ്ട്. നമ്മൾക്ക് ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചവരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് പോയപ്പോൾ നമുക്ക് അവരോട് വെറുപ്പൊക്കെ തോന്നാറുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും നമ്മൾ അവനെ പിരിഞ്ഞ് പാപത്തിന്റെ വഴികളിലേക്ക് കടന്നു പോകാറുണ്ട്. ഭൂമിയിലെ കൂട്ടുകാരെ പോലെയല്ല അവൻ എത്ര പിരിഞ്ഞു പോയാലും നമ്മളെ തേടിയെത്തും. എത്ര പിരിഞ്ഞു പോയാലും നമ്മളെ തേടിയെത്തും. ഒരു ഫോൺ കോൾ വിളിച്ചില്ലെങ്കിൽ, ബർത്ത്ഡേ ഓർത്തിരുന്നില്ലെങ്കിൽ, കൂടെ കൂട്ടിയില്ലെങ്കിൽ, നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കെറുവിച്ച് നിൽക്കുന്ന, കൊതി കുത്തി നിൽക്കുന്ന, മുഖം വീർപ്പിക്കുന്ന മനുഷ്യരെ പോലെയല്ല കർത്താവായ യേശുക്രിസ്തു. അവൻ നമ്മോട് ചേർന്ന് നിൽക്കും. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മളെ അണച്ചു പിടിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ട ദൈവവേദലേ, നിന്റെ സ്നേഹിതനായ കർത്താവിൽ നിന്ന് നീ വേർപെട്ടു പോയ ഒരു ജീവിതം നയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ കർത്താവ് നിന്നോട് ഓർമ്മിപ്പിക്കുകയാണ്, നീ അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരിക. ഒരുപക്ഷെ കൂട്ടുകാർ നിന്നെ ഇഷ്ടപ്പെട്ടിട്ട് പോയേക്കാം, നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയേക്കാം. നീ സ്നേഹിച്ചവർ, ഒരുപക്ഷെ നീ സ്നേഹിച്ച പലരും നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയേക്കാം. അവരോട് നീ പറയണം, ക്രിസ്തുവിനെ പ്രതി ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്. ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാൻ സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. അവ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ഞാൻ നിർമ്മലമാക്കുവാൻ. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയാണോ നീ? നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിന്നെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണോ? അതിന്റെ ഫ്രസ്ട്രേഷനിൽ, അതിന്റെ തകർച്ചയിൽ, അതിന്റെ മാനസിക പിരിമുറുക്കത്തിലൂടെ നീ കടന്നു പോകുന്നൊരു വ്യക്തിയാണോ? നീ പേടിക്കണ്ട കേട്ടോ, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഈ ബന്ധങ്ങളോടൊക്കെ വിട ചൊല്ലിയിട്ട് നിനക്ക് ക്രിസ്തുവിനോട് അടുത്തു വരാൻ സാധിക്കുമോ? ലോകത്തിൽ ആരും നൽകാത്ത ഊഷ്മളമായ ഒരു ബന്ധമായിരിക്കും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം നമുക്ക് കാത്തു സൂക്ഷിക്കാം. അവനോടൊപ്പം നമുക്ക് ചേർന്നിരിക്കാം. ക്രിസ്തു നൽകുന്ന സ്നേഹവും സമാധാനവും രുചിച്ചറിയാം. യേശു ക്രിസ്തു വീണ്ടും വരുന്നവനാണ്. അവൻ ഏക രക്ഷകനാണ്. അവന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവേ, യേശുനാഥ, എൻ്റെ ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നീയാകുന്ന ബന്ധം എക്കാലവും ഞാൻ കൂടെ പിടിച്ചു നിർത്തും. നീയാകുന്ന ബന്ധം എക്കാലവും ഞാൻ കാത്തു സൂക്ഷിക്കും. ഈ ഒരു പ്രാർത്ഥന മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.